നമസ്കാരം, ഡാക്കുൾ സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മുത്തങ്ങ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വയനാട് ജില്ലയുടെ അതിർത്തിയാണ്, കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഫോറസ്റ്റിൻ്റെ അകത്തേക്കാണ് പോകുന്നത്, മുത്തങ്ങ റേഞ്ചിൻ്റെ അകത്ത്. ഈ ട്രിപ്പിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ മുതുമല ഫോറസ്റ്റ് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരുപാട് ഫോറസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഈ ട്രിപ്പിൽ നമുക്ക് മുതലായ കുറച്ച് കാര്യങ്ങളുണ്ട്. കാട്ടിൻ്റെ അകത്ത് അധികം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ കരടി, ആന, കാട്ടുപോത്ത്, മാന്, മയിൽ, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാക്കുൾ സ്റ്റുഡിയോ. ഇവിടെ മുത്തങ്ങ ഫോറസ്റ്റ് സഫാരിക്ക് വേണ്ടിയിട്ട് അവർ ഈടാക്കുന്ന ഒരാളിൽ നിന്ന് 300 രൂപയാണ്, പെർ ഹെഡിന് 300 രൂപ. അതിൻ്റെ പുറമെ നമ്മൾ ജീപ്പ് വാടകയായിട്ട് എടുക്കണം. ജീപ്പ് വരുന്നത് 750 രൂപയാണ് ഒരു ട്രിപ്പിന് വരുന്നത്. ആ വണ്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര പേർക്ക് വേണമെങ്കിലും കയറാൻ പറ്റും. നമ്മൾ 3 പേരാണ് ഉണ്ടായ ഒരു ജീപ്പ് വിളിച്ചപ്പം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 750 രൂപ, എന്തായാലും വാടക 750 രൂപ കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടുന്ന് പരിചയപ്പെടുന്ന ആരെങ്കിലും അതിൽ കയറ്റാമെങ്കിൽ കുഴപ്പമില്ല, ഷെയർ ഇട്ട് പോകാൻ പറ്റും, അതിനൊന്നും അവിടെ വിഷയമല്ല. നല്ല അടിപൊളി ഒരു കൂട്ടം സാമ്പാടിയറാണ്. ഇത് ലേഡീസാണ്. പിന്നെ ഈ പെൺവർഗത്തിന് കൊമ്പുണ്ടാവില്ല, ആണിനാണ് കൊമ്പുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് കഴുത്തിൽ കുറച്ച് ഭാഗത്തേക്ക് രോമങ്ങൾ ഉണ്ടാവില്ല. അതിൻ്റെ അവിടെ ഒരു വട്ടത്തിലായിരിക്കും, ചില സമയത്ത് അതിൽ ബ്ലഡ് പോലെ ചുവന്ന് കിടക്കും. ഇത് കണ്ടിട്ട് പരുന്തൊക്കെ പോലെ ഉണ്ട്. വലിയൊരു മൂങ്ങയാണോന്ന് മനസ്സിലാവുന്നില്ല, ദൂരത്തായതുകൊണ്ട് നമ്മൾ മാക്സിമം സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവില്ല, ഒന്നെങ്കിൽ പരുന്താണ്, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും കാലംകോഴിയൊക്കെ പോലത്തെ മൂങ്ങയാണ്. നേരെ പുറത്തിറങ്ങി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേറെ കാര്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുത്തങ്ങയിൽ നമ്മൾ പൈസ കൊടുത്ത് കയറരുതെന്നാണ്. പറ്റുകയാണെങ്കിൽ മുതുമല ബന്ദിപ്പൂരൊക്കെ കയറാം, അതല്ലെങ്കിൽ വെറുതെ നാഷണൽ ഹൈവേക്ക് മൈസൂർക്ക് അങ്ങ് പിടിക്കുക, ജസ്റ്റ് ഗുണ്ടൽപേട്ട വരെ. എന്നിട്ട് തിരിച്ചങ്ങ് പോന്നു കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങൾ കാണാൻ പറ്റും. ശരിക്കുള്ള ഫോറസ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. ഇനി എന്തെങ്കിലും മൃഗങ്ങളുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും, ഒരു മാനെങ്കിലും അപ്പൂസേ എന്താ ഉണ്ടായാലും ഇവിടെ മാനില്ലേ. ഇനി മുന്നോട്ട് പിടിച്ചോ, ക്യാമറ പിടിച്ചോ, പോവാ. മനസ്സ് അറിഞ്ഞ പോലെ സൈഡിൽ നിന്നിട്ട്, പക്ഷേ നമ്മൾ പറഞ്ഞാൽ ശരിക്കും വീഡിയോ എടുക്കാനില്ല, അല്ലെങ്കിൽ ഫുള്ള് പുല്ലാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ സീതാ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ് എത്താൻ പോകുന്നത്. സീതാ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊൻകുഴി ക്ഷേത്രം ഫേമസ് ആണ്, വളരെ ഫേമസ് ആണ്. ഇവിടെ ബലിയിടുന്നൊക്കെ നമ്മൾ തിരുനെല്ലിയിൽ പോയി ബലിയിടല്ലോ, അതുപോലെ തന്നെ പ്രാധാന്യപ്പെട്ടൊരു അമ്പലമാണ്. ഇവിടെയും ബലിയിടാം, പിതൃകർമ്മത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കുറച്ചും കൂടെ പിടിക്കുമോ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയിട്ട് നമുക്ക് ജസ്റ്റ് 1-2 വീഡിയോസ് എടുത്തിട്ട് പോവാം. ഏതായാലും നമ്മൾ ഇതിലെ പോവല്ലേ. ഈ പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇപ്പം നമ്മളുടെ മെയിൻ ഉദ്ദേശം കരടി, അതുപോലെ ആന, കാട്ടിയൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇത് നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയ ശേഷം കണ്ട അടിപൊളി ഒരു കൂട്ടം കാട്ടാനകളാണ്. നമ്മളിതിൻ്റെ മുന്നേ ഫോറസ്റ്റ് സഫാരി കയറിയപ്പോൾ കഴുകനെ കണ്ടത്, ഒരു കൂട്ടം കഴുകന. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് ഇവിടുന്ന് മുത്തങ്ങ ഫോറസ്റ്റ് റേഞ്ചിൽ തന്നെയാണ് കണ്ടത്. അന്ന് പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് നമ്മൾ കഴുകനെ മാത്രമേ കണ്ടുള്ളൂ, വേറൊന്നും കരടി കണ്ടില്ല. ഓരോ ആനക്കൂട്ടങ്ങളുടെ തലവൻ എന്ന് പറയുന്ന ആ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന പെണ്ണാനയാണ് കേട്ടോ. ഒരിക്കലും ഒരു കൊമ്പനാനല്ല ആ കൂട്ടത്തിൻ്റെ തലവൻ. നമുക്ക് ഈ റേഷൻ കാർഡൊക്കെ കിട്ടും പോലെയാണ്, ഇവിടെ പെണ്ണിനാണ് പ്രാധാന്യം കൂടുതൽ. അതങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആനകളുടെ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് 18 മുതൽ 22 മാസങ്ങൾ വരെയാണ്, അതായത് 2 കൊല്ലത്തോളം. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആന അടുത്ത തലമുറ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടത്തിനെ ഭരിക്കാനുള്ള ഒരു എന്താ പറയുക യോഗ്യത പെണ്ണാനയ്ക്ക് തന്നെയാണ്. ആനയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ മൃഗങ്ങളുടെ കാര്യത്തിലും മനുഷ്യൻ്റെ കാര്യത്തിലൊക്കെ തന്നെ സ്ത്രീകളാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത്, ഈ കുട്ടികളുണ്ടാകാൻ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടൊക്കെ. ഇവിടെ ചെറിയൊരു ഒളിച്ചുകളിയാണ്. ഇതാ 2 കാട്ടുപോത്തുകൾ, അടിപൊളി കാട്ടുപോത്തുകൾ. കാട്ടുപോത്തല്ല, ആക്ച്വലി കാട്ടിയാണ്. നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞു, പക്ഷേ നോർമലി എല്ലാവരും അങ്ങനെ പറയുമ്പോൾ നമ്മളും അറിയാതെ പറഞ്ഞു കാട്ടുപോത്ത് എന്ന്. കാട്ടിയാണ്, 2 കാട്ടികൾ. അത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കുന്നത്. ബ്രൗണിഷ് കളറുള്ളത് പെണ്ണും, അതുപോലെ ബ്ലാക്ക് കളർ നല്ല മസിൽസ് കൂടുതലുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ആണുമാണ്. ഒരു മുറവില്ലാത്ത അടിപൊളിയായിട്ട് കാട്ടുപോത്തിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുതുമല ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നാണ്. അത് ടൈഗർ റിസർവ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്, ആ ഭാഗത്തു നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാട്ടുപോത്തുകളുടെ ഏരിയയിലൊക്കെ കൂടുതലും ടൈഗർ ഉണ്ടാവും. ടൈഗറിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഈ കാട്ടികൾ. നല്ലൊരു അടിപൊളി മുതൽ ഇത് പിന്നെ കണ്ടതാണ്. ഇത് ഈ സമയത്ത് കിട്ടിയ വീഡിയോ അല്ല, എനിക്ക് വേറെ സമയത്ത് കിട്ടിയ വീഡിയോ ആണിത്. എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിരോധം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് മുത്തങ്ങ റേഞ്ചിൽ തന്നെയാണ്. എനിക്ക് ഇനി ബന്ദിപ്പൂർ ഭാഗത്തു നിന്നാണോ എന്നറിയില്ല, കർണാടകയിലോ ആണോ കേരളത്തിലാണോ എന്ന് ഉറപ്പില്ല. എന്തായാലും ഈ റേഞ്ചിൽ നിന്നാണ് ഇതിനെ കാണാൻ പറ്റിയത്. ഇതിൻ്റെ മുന്നൊരെണ്ണം റോഡ് ക്രോസ് ചെയ്ത് ഓടിപ്പോയി. അപ്പോൾ പുള്ളിക്കാരൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ആ സ്ഥലം നോക്കി പോവുകയാണ്.
കുറച്ച് മുന്നിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ താഴെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു പോക്കാണ്. അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മൾ കാട്ടിലെ മൃഗങ്ങളെ ശല്യം ചെയ്ത് റണ്ണിങ്ങിലേ നിൽക്കാവൂ. ഒരിക്കലും വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും വീഡിയോസ് എടുക്കാനൊന്നും പാടില്ല. ഇത് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന, കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ ആണ്. ഒരുപാട് മാനുകളുണ്ടാവും. ഇത് കുറച്ചേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് കൂട്ടായിട്ട് ഇങ്ങനെ പുല്ല് തിന്നതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ മക്കളുണ്ടാവും. അത് എന്നെ പാല് പിടിക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് മൊത്തത്തിൽ കാണാൻ. കാണില്ല, അങ്ങോട്ടേക്ക് നടന്നു വരികയായി. ഇനിയാണ് ഹീറോ വരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മച്ചാൻ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാട്ടുന്നൊരു കരടിനെ കാണുന്നത്. മുന്നേ കൂടുതലുള്ളവർ അച്ഛനും വൈഫൊക്കെ കണ്ടിട്ടുണ്ട്, അമ്മയൊക്കെ. പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഡ്രൈവിങ്ങിലായതുകൊണ്ട് മുന്നേ പ്രാവശ്യം ഇങ്ങനെ മിസ്സായിപ്പോയി. ഇതേപോലെ റയറായിട്ട് ഞാൻ ലെപ്പേഡിനെ കണ്ടിട്ടുണ്ട്, പുള്ളിപ്പുലി. അത് ജസ്റ്റ് റോഡ് ചാടി കിടന്നങ്ങ് പോയി. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. സംഭവം അത് വന്ന സമയത്ത് മൊത്തം ആളുകളൊക്കെ കൂടി. അപ്പോഴേക്കും ഇത് ഒരൊറ്റ ചാട്ടത്തിന് റോഡിന് നടുവിലെത്തി, അടുത്ത ചാട്ടത്തിൽ കാട്ടിനുള്ളിലെത്തി തിരിഞ്ഞു നോക്കുക, പൂച്ചയൊക്കെ പോലെ. പിന്നെ ഒറ്റ ഓട്ടോ. എനിക്ക് ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ഒന്നും ഫോട്ടോ എടുക്കാൻ ഒന്നിനും പറ്റിയില്ല. അത് മുതുമല ആ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് നിന്നാണ് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കോമൺ ആയിട്ട് ഇറങ്ങി നടക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും ഓടി വന്ന് കുരങ്ങുകളൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും ഈ സമയത്ത്. ഈ കരടികൾ പാവങ്ങളാണെന്നൊന്നും വിചാരിക്കേണ്ടത്, അക്രമകാരികളാണ്. കരടി എണീറ്റ് നിന്ന് അടിക്കും, മുഖത്തൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്മാൻ്റൊക്കെ മാതിരിയുള്ള ഞങ്ങളാണ്. അടികൊള്ളുന്ന ഭാഗം കീറി തെറിച്ചു പോകും. അടിച്ച് ചിലപ്പോൾ നമ്മളെ തലയൊക്കെ പൊട്ടിച്ചളയും. ഭയങ്കര പുറമാണ്. നമ്മളെ ആക്രമിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും, മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കരടി കൊന്ന വീഡിയോസൊക്കെ. അതുപോലെ നമ്മളെ വീടിൻ്റെ അടുത്ത് ഓടപ്പള്ളം വഴി വള്ളുവാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് ഉണ്ട്. 2 റൂട്ടുണ്ട്, ചെറിയ റൂട്ട്. ഞാൻ അതിലെ ബൈക്കിൽ പോകുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആ ഏരിയയിൽ അതുപോലെ അവിടുത്തെ നമ്മുടെ ഒരു കുടുംബക്കാരുണ്ട്. പുള്ളി പറഞ്ഞ് കരടീനെ കണ്ടിട്ടുണ്ട്. രാവിലെ പോകുമ്പോൾ 2 കരടി ഇങ്ങനെ, ഒരെണ്ണം എണീച്ച് നിൽക്കുക, ഒരെണ്ണം ഇങ്ങനെ സാധാരണ മൃഗങ്ങളൊക്കെ നിൽക്കും പോലെ നിൽക്കുക. അപ്പോൾ പുള്ളി കുറച്ച് നേരം ബൈക്ക് നിർത്തിയിട്ട് കാത്തുനിന്ന് പോയതിനു ശേഷം പോയെന്ന്, ഇത് ആക്രമിക്കും. ആ പുള്ളി പറഞ്ഞാണ്. അതുപോലെ പുള്ളി അവിടെ കടുവേനെയും കണ്ടിട്ടുണ്ട് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം നമ്മുടെ ഈ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കാര്യമുണ്ട് അത് കമൻറ്റ് ചെയ്യുക. തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും തിരുത്തും. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും നമ്മൾ വിലപ്പെട്ട കമൻറ്റുകളാണ്. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.